വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്ന് കൊച്ചിനിൽ 2 സ്ഥലത്താണ് എക്സിബിഷൻസ് വരുന്നത്. ഒരെണ്ണം ക്രോഫ്റ്റിലും രണ്ടാമത്തെ രാജേന്ദ്ര മൈതാനിലും. ക്രോഫ്റ്റ് നിങ്ങൾ എൻ്റെ മോള് മന്നയുടെ കൂടെയുള്ള ഷോപ്പിംഗ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. സൂട്ടയും ട്രോവും ഒക്കെ ഇവിടെയാണ്. അതുപോലെ തന്നെ ഇതുപോലെ എക്സിബിഷൻസ് വരുന്നതും ഇവിടെ നടക്കാറുണ്ട്. ഞാൻ പൊതുവേ എൻ്റെ സാരി ആണെങ്കിലും അതെ, ജ്വല്ലറി ആണെങ്കിലും അതെ, ഇതുപോലെ എക്സിബിഷൻസ് വരുമ്പോഴാണ് കൂടുതലും വാങ്ങിക്കുന്നത്. ആൻഡ് കാണുമ്പോൾ എനിക്കിഷ്ടമുള്ളത് നേരത്തെ തന്നെ വാങ്ങിച്ചു വെക്കും. ആദ്യത്തെ സ്റ്റോളിൽ ഞാൻ പോയത് ഹോം മെയ്ഡ് പിക്കിളിൻ്റെയൊക്കെ ലിജൂസ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഹോം മെയ്ഡ് പിക്കിളിൻ്റെ ഒരു സ്റ്റോളിലാണ്. കൊച്ചിൻ ബേസ്ഡ് തന്നെ. ആൻഡ് ഇവർക്ക് കുറേ വെറൈറ്റി ഹോം മെയ്ഡ് പിക്കിളുണ്ട്. ജാതിക്കയുടെ, പൈനാപ്പിളിൻ്റെ, ആൻഡ് നമ്മുടെ കറുത്ത നെല്ലിക്കയുണ്ട്, കരിനെല്ലിക്ക, അത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ആൻഡ് ഞാൻ കുറേയൊക്കെ ടേസ്റ്റ് ചെയ്തു. ആൻഡ് കഴിച്ചപ്പോൾ എനിക്ക് കൂടുതലും എന്താ പറയുക, നമുക്ക് ഹോം മെയ്ഡ് ടേസ്റ്റും നമ്മൾ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഒക്കെ ചെയ്ത ടേസ്റ്റും രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് കൂടുതലും ഒരു ഹോം മെയ്ഡ് ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. അടുത്തത് സാരീസിൻ്റെയും മെറ്റീരിയൽസിൻ്റെയൊക്കെ ഒരു സ്റ്റോളിലാണ് പോയത്. YUTI ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞിട്ട്. മൽ കോട്ടണിലും ചന്തേരിയിലും കുറേ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അവർക്ക്. ആൻഡ് മൽ കോട്ടണിൽ നല്ല പ്രിൻ്റൊക്കെ ആയിട്ടുള്ളത്. ഞാനിങ്ങനെ കുറേ ഡോട്ട്സിൽ പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. മിക്കവാറും ഞാൻ ഏതെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വഴിയുണ്ട്, ബിക്കോസ് എനിക്ക് കോട്ടൺസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാരീസ് നിങ്ങൾ റണ്ണിങ് മെറ്റീരിയലായിട്ട് മേടിക്കുകയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, കോട്ടൺസ് പല ടൈപ്പ് ഉണ്ടാവും. മൽ കോട്ടൺ ഉണ്ട്, നല്ല സോഫ്റ്റ് കോട്ടൺ ഉണ്ട്. ഏറ്റവും സോഫ്റ്റ് കോട്ടൺ ആണ് ഏറ്റവും ബെസ്റ്റ്, മൽ കോട്ടനൊക്കെ. അടുത്ത സ്റ്റോള് ബിന്ദീസിൻ്റെ ആയിരുന്നു. ബിന്ദി പ്രോജക്റ്റ് എന്നും പറഞ്ഞിട്ട് നല്ല വർക്ക് ചെയ്ത ബിന്ദി, നല്ല പല ഷെയ്ഡ്സിൽ, ഈവൻ ഗോൾഡ്, ഗ്രേ, അങ്ങനെയൊക്കെ വർക്ക് വരുന്ന പൊട്ടുകൾ. ആ ഒരു സ്റ്റോള് സാധാരണ വരുന്ന സ്റ്റോൾസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ബിക്കോസ് ഞാൻ ഈ ടൈപ്പ് ബിന്ദി ഉഷാവുദപ്പൊക്കെയാണ് ഇട്ട് കണ്ടേക്കുന്നത്. അങ്ങനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ബട്ട് ഭയങ്കര നല്ലതാണ്, നല്ലൊരു വ്യത്യാസമുണ്ട്. ബട്ട് എനിക്ക് പേഴ്സണലി അത്രയും ചേരാത്ത പോലെ തോന്നി. അത്രയും ഒരു വർക്ക് ചെയ്ത ബിന്ദി. ഞാൻ പൊതുവേ ചെറിയ പൊട്ടുകളാണ് വെക്കുന്നത്, വർക്കൊന്നും ഇല്ലാത്ത കളർ പൊട്ടുകളാണ് വെക്കുന്നത്. ബട്ട് ഇത് ചേരുന്നവർക്കാണെങ്കിൽ ഭയങ്കര നല്ല ഒരു ഡിഫറെൻ്റ് ആണ്. ഇത് റീജുടെയാണ് ഈ ക്രോഫ്റ്റ്. റീജുടെയും തോംസിൻ്റെയാണ് ഈ ക്രോഫ്റ്റ്. ഞങ്ങളുടെ കസിനാണ്. അപ്പോൾ റീജുവിനും ഇവിടെ ക്രോഫ്റ്റിൽ ട്രോ എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ബ്രാൻഡ്സിൻ്റെ ഫിസിക്കൽ സ്റ്റോറുണ്ട്. അപ്പോൾ ബ്രാൻഡിൻ്റെ പേജ് മറക്കണ്ട, ബിന്ദി പ്രോജക്റ്റ്. അവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഇനി വെഡ്ഡിങ് സീസണൊക്കെ വരുന്ന കാരണം ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നെക്സ്റ്റ് പോയത് ചിക്കൻ കറിയുടെ സ്റ്റോളിലാണ്. അത് എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളേഴ്സും അതുപോലെ തന്നെ വർക്കും. ഇത് ടോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സെറ്റ് പോലെയല്ല, ടോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് 2,000-3,000 റേഞ്ചൊക്കെ ആയിരുന്നു. ആക്ച്വലി എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മന്നയ്ക്ക് നന്നായിട്ട് ചേർന്ന പോലെ തോന്നി. ആൻഡ് ഈവൻ എനിക്ക് ക്രോഫ്റ്റിൽ നിങ്ങൾ നേരത്തെ വന്നിട്ടില്ലെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഈ എക്സിബിഷൻസ് ഉള്ളപ്പോൾ മാത്രമല്ല, അതല്ലാതെ നിങ്ങൾ മോളുടെ കൂടെ ആയിട്ടുള്ള ഷോപ്പിംഗ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. സൂട്ട, ട്രോ, അതുപോലെ തന്നെ കനകവലി, അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഇവിടെ പെർമനൻ്റ് ആയിട്ടുണ്ട്. അടുത്ത സ്റ്റോളിൽ പോയത് ഈ ബീഡ്സ് കൊണ്ടുള്ള മാലകളുടെയാണ്. എനിക്ക് ഈ ബീഡ്സ് കൊണ്ടുള്ള മാലകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് ടൈം ഇവരുടെ ഈ സ്റ്റോള് വേറെ പനമ്പള്ളി നഗറിൽ വന്നപ്പോഴും ഞാനത് മേടിച്ചായിരുന്നു. ആൻഡ് ദിസ് ടൈം മാലയല്ല, മോതിരമാണ് വാങ്ങിച്ചത്. ആൻഡ് ഒരുമാതിരി എല്ലാ കളേഴ്സും ഉണ്ട്, ത്രെഡിലുള്ള മാലകൾ. നമുക്ക് കോട്ടൺ സാരിയുടെ കൂടെയൊക്കെ അതുപോലെ തന്നെ കഫ്താൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ ബെസ്റ്റാണ്. ഇത് മുംബൈ ബേസ്ഡ് ബ്രാൻഡാണ്, സ്ട്രാൻഡ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ട്. ഓൺലൈനും ഇവർ ചെയ്യുന്നുണ്ട്.
അടുത്തത് ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയ ഒരു സ്റ്റോളാണ് കഫ്താൻസിൻ്റെ. നിങ്ങളെപ്പോഴും എന്നെ കഫ്താൻസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കോഡ് സെറ്റ് പോലെയാണ് കഫ്താൻസ്, കോട്ടൺസിൽ ആൻഡ് കുറേ കളേഴ്സിലുണ്ട്. ബ്രൈറ്റ് ഷെയ്ഡ്സിലും ഉണ്ട്, ഡൾ ഷെയ്ഡ്സിലും ഉണ്ട്. ഞാൻ കുറേ എണ്ണം ട്രൈ ചെയ്തു. ബിക്കോസ് നമുക്കിത് നല്ല ഒരു ചങ്കി മാലയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയൊരു ഡിസൈൻസാണ്. അപ്പോൾ ഇത് ബാംഗ്ലൂരുള്ളൊരു ബ്രാൻഡാണ്, പല്ലവി വാഗ്, WAGH, പല്ലവി WAGH. 2-3 കഫ്താൻസ് ഞാൻ ട്രൈ ചെയ്തു. ഗ്രീൻ, ഓറഞ്ച്, ബ്ലാക്കാന്ന് തോന്നുന്നു. എല്ലാം നല്ലതായിരുന്നു ആക്ച്വലി, പക്ഷേ കൺഫ്യൂഷനായിപ്പോയി ഏതെടുക്കും. നെക്സ്റ്റ് മുംബൈ ബേസ്ഡ് ബ്രാൻഡാണ്. അവർക്ക് ഈ ഓൺലൈൻ ഇല്ലയെന്നാണ് അവർ പറഞ്ഞത്. അവർ ഈ പിക്ചേഴ്സിനാണ് ഡ്രസ്സിനുള്ള ഡിസൈൻസ്, പ്രിൻസ് എടുക്കുന്നത്. ആൻഡ് പിന്നെ കുറച്ചൊരു ഇൻഡോ വെസ്റ്റേൺ ടൈപ്പ് ഒരു ഷോപ്പായിരുന്നു. ആക്ച്വലി നമുക്കിത് പാർട്ടി വെയറിനൊക്കെ കറക്റ്റായിട്ട് തോന്നി. നല്ല വൺ സൈഡ് ഷോൾഡർ ഡ്രസ്സസ്, അതുപോലെ തന്നെ ട്യൂബ് ഡ്രസ്സസ്, കഫ്താൻസ് തന്നെ വൺ സൈഡായിട്ടുള്ളത്, അങ്ങനെ കുറേ ഇത്. ഈ ബ്രാൻഡ് ഞാൻ പക്ഷേ ആക്ച്വലി മറന്നുപോയി, ബട്ട് അത് ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് പറയാം. നെക്സ്റ്റ് വൈറ്റിൽ നല്ല ബ്രൈറ്റ് കളർ പ്രിൻസ് വരുന്ന കോഡ് സെറ്റുകൾ, അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രച്ന വേ എന്നാണ് ആ ബ്രാൻഡിൻ്റെ പേര്. ആൻഡ് സാരീസും ഉണ്ട് അവർക്ക്. അത് ഭയങ്കര എന്താ പറയുക, നല്ലൊരു ക്ലാസി ആയിട്ട് തോന്നി. ആൻഡ് അതുപോലെ തന്നെ അവരുടെ ഫിറ്റും എനിക്കിഷ്ടമായി, സാരീസിലാണെങ്കിലും ഇഷ്ടമായി. നെക്സ്റ്റ് ഈ ബോഡി ക്രീംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമുക്ക് ഡിയോഡ്രൻറ്റ് പോലെ അണ്ടർ ആംസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ക്രീംസാണ്. ആൻഡ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെപ്പർമിൻറ്റിൻ്റെയും നമ്മുടെ സിനമൻ്റെയൊക്കെ ഒരു ഫ്രേഗ്രൻസാണ് ഇതിന്. നെക്സ്റ്റ് ഇന്ദു ദീവ എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ബ്രാൻഡ്, മുംബൈ ബേസ്ഡ്. ജ്വല്ലറി നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ബിക്കോസ് ഒരുമാതിരിപ്പെട്ട എല്ലാ ടൈപ്പ് ജ്വല്ലറിയും ഉണ്ട്. ഈവൻ നമ്മുടെ മുടിയിൽ വെക്കുന്ന, അതുപോലെ തന്നെ വലിയ ജുംക്ക ആൻഡ് നല്ല വലിയ ഹെവി ആയിട്ടുള്ള മാലകൾ, അത്യാവശ്യം എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ചുള്ള എല്ലാം തന്നെ ഇവിടെയുണ്ട്. ആൻഡ് വെസ്റ്റേൺ ക്ലോത്ത്സിൻ്റെ കൂടെ പോകുന്നതും ഇൻഡോ വെസ്റ്റേൺ ക്ലോത്ത്സിൻ്റെ കൂടെ പോകുന്നതും ആൻഡ് ട്രഡീഷണലായിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റിയതും, വലിയ ജുംക്ക, അതുപോലെ തന്നെ വലിയ റിങ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, നല്ലൊരു വലിയ മാല, കോട്ടൺ സാരിയുടെ കൂടെ പോകാൻ പറ്റിയ സിൽവർ ജ്വല്ലറി, അങ്ങനെ ആൻഡ് തലയിൽ വെക്കുന്ന ജ്വല്ലറി, മുടി നമ്മുടെ ബൺ കെട്ടിയിട്ട് ഇങ്ങനെ വെക്കുന്ന ജ്വല്ലറി, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ സാധനങ്ങൾ ഇവിടെയുണ്ട്. പ്യുവർ സിൽവറിൻ്റെ റിംഗ് ആണ്, ഇയർ റിംഗ്, 2 ഹൂപ്സ് ആണ്. പോളിഷ് ചെയ്യാനായിട്ട് ജസ്റ്റ് ടേക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൂത്ത് പൗഡർ, പ്രെഫറബിളി, അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ്, ഒരു സോഫ്റ്റ് വൈറ്റ് കോട്ടൺ ക്ലോത്ത്, നോട്ട് എംബ്രോയിഡേർഡ് ഓർ സോഫ്റ്റ്, നമ്മുടെ മുണ്ടില്ലേ ആ ക്ലോത്തിട്ട് കുറച്ച് ആ ടൂത്ത് പൗഡർ മുക്കി ഇങ്ങനെ കുറച്ചിങ്ങനെ ഒന്ന് റബ്ബ് ചെയ്താൽ മതി. നല്ല ഷൈനും. ഏത് സിൽവർ നല്ല പോളിഷ്. കുറച്ച് ബ്രൈറ്റ് ആണ്. കുറേ നാളായുള്ള സിൽവർ എന്തായാലും ഐ ഡോണ്ട് വാഷ്, ഐ പ്രെഫർ വാഷ് ചെയ്യാതെ ഇങ്ങനെ ഒന്ന് തുടച്ച് വെച്ചാൽ, പിന്നെ ഒരു വൈറ്റ് ക്ലോത്ത് വെച്ച് തുടച്ചാൽ. അടുത്തത് ചാർ ചാന്ദ് സാരീസ് എന്ന് പറഞ്ഞിട്ട് ഡൽഹി ബേസ്ഡ് ബ്രാൻഡ്. ഇതും ഭയങ്കര നല്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ വെഡ്ഡിങ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചന്തേരിയിലുള്ള, കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് നല്ല കളേഴ്സ്, ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡ്സ്. ഇനി ഞാൻ വീട്ടിൽ പോകാം, ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് വേണം നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകാനായിട്ട്. അപ്പം ഞാൻ വേഗം വീട്ടിൽ പോയി. ആൻഡ് ലഞ്ചിന് ചപ്പാത്തി, നമ്മുടെ ഓലനും ചപ്പാത്തിയായിട്ടുള്ള കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓലൻ ആൻഡ് ബീട്രൂട്ട് തോരൻ, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ മന്നയുടെ കൂടെയാണ് പോകുന്നത്, രാജേന്ദ്ര മൈതാനിൽ. അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റോളും ഉണ്ട്. പുള്ളിക്കാരി ഇതുപോലെ തന്നെ കഫ്താൻസിൻ്റെയാണ് ചെയ്യുന്നത്.
നെയ്യൽ എന്ന് പറഞ്ഞിട്ട്. ഈ നെയ്യലും ഓൺലൈൻ ബ്രാൻഡാണ്. ആൻഡ് കഫ്താൻസിൻ്റെ സെലക്ഷൻ ഭയങ്കര നല്ല കേട്ടോ. കളേഴ്സ് ആണെങ്കിലും കളേഴ്സ് നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ്, ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഡെനിംസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ഷർട്ട്സ് ആൻഡ് സ്ട്രെയിറ്റ് ഫിറ്റ് കുർത്തീസ്, സ്ലീവ്ലെസ് കുർത്തീസ്. ആൻഡ് കളർ സെലക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദ ഫിറ്റ് ഈസ് ഓൾസോ നൈസ്. നെക്സ്റ്റ് കോട്ടൺ സാരീസ്, ബ്ലാക്കിൽ റെഡ് ബോർഡറൊക്കെ വരുന്നത്, എനിക്ക് ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അതുപോലെ തന്നെ പല കളേഴ്സ് ഉണ്ടായിരുന്നു, ബട്ട് അതെല്ലാം തീർന്നു പോയി എന്ന് അവർ പറഞ്ഞത്. ബട്ട് ഉള്ള സാരീസ് ഭയങ്കര നല്ലതായിരുന്നു. കോട്ടൺസിൽ മൂക്കൂത്തി എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. പിന്നെ ഇവിടെയും കുറേ ജൂവലറി, ടെറാക്കോട്ടയുടെയൊക്കെ, പിന്നെ ഓർഗാനിക് വീറ്റ് പൗഡർ, നമ്മുടെ ചോളത്തിൻ്റെ പൊടി, അങ്ങനെ കുറേ സാധനങ്ങൾ. ആൻഡ് ഫുഡ് സ്റ്റോൾസ്. പിന്നെ നല്ല നല്ല ബോക്സസ്, നമുക്ക് ഈ ജ്വല്ലറി ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ